ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1140 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ. മുസാഫർപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 59 മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങി. സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ച ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് നിർവഹിക്കും. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇംഗ്ലണ്ടിനെ 125 റൺസിന് തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള 2.2 ലക്ഷം കോടി രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഈ മേഖലയിൽ ഗണ്യമായ പുരോഗതിയാണ് സാധ്യമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്നും കപ്പൽ നിർമ്മാണത്തിൽ പുതിയ ഉയരങ്ങളിലെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊളോണിയൽ ഷിപ്പിംഗ് നിയമങ്ങൾ 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. हमने 100 साल से ज्यादा पुराने कॉलोनियल शिपिंग लॉज को हटाकर 21st सेंचुरी के मॉडर्न और फ्यूचरिस्टिक लॉज लागू किए. ये नए कानून स्टेट मैरीटाइम बोर्ड्स को एम्पावर करते हैं, डिजिटलाइजेशन का भी विस्तार करते हैं. द मर्चेंट शिपिंग एक्ट में हमने भारतीय कानून को इंटरनेशनल कन्वेंशन के साथ ग्लोबली अलाइन किया है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കെവാഡിയയിലെ ഏകതാ നഗറിൽ 1140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്പിപ്ലയിൽ ബിർസ മുണ്ട ഗോത്ര സർവകലാശാല പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വാമൻ വൃക്ഷവാടിക, ഇ ബസ് ചാർജിംഗ് ഡിപ്പോ, 25 ഇലക്ട്രിക് ബസ്സുകൾ എന്നിവയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട മ്യൂസിയം, സ്പോർട്സ് കോംപ്ലക്സ്, ശുൽപ്പനേശ്വർ ഘട്ടിലെ ജെട്ടി വികസനം, ട്രാവലേറ്റേഴ്സ് ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നാളെ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഏകതാ ദിവസ് പ്രതിജ്ഞയിലും ഏകതാ ദിവസ് പരേഡിലും അദ്ദേഹം പങ്കെടുക്കും. സേനയുടെ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായ തദ്ദേശീയ ശ്വാന ഇനങ്ങളായ റാംപൂർ ഹൌണ്ട്സ്, മുഠോൾ ഹൌണ്ട്സ് എന്നിവ അണിനിരക്കുന്ന BSF സംഘമാണ് ഈ വർഷത്തെ പരേഡിന്റെ പ്രധാന ആകർഷണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് നാളെ സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കുന്നു. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പൊതുജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നത് അവിസ്മരണീയമായ അനുഭവമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാനയിലെ അംബാലയിൽ കുരുക്ഷേത്രത്തിന് മുകളിലൂടെ പറന്ന അനുഭവം സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു രാഷ്ട്രപതി. കുരുക്ഷേത്രവും ബ്രഹ്മസരോവരും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ചരിത്രപരമായ പ്രയാണത്തിന്റെയും പ്രതീകമാണെന്ന് അവർ പറഞ്ഞു. രാജ്യത്തിന്റെ സൈനിക ശേഷിയിലുള്ള തന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പറക്കലെന്നും ശ്രീമതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി പച്ചുംപൊൻ മുത്തരാമലിംഗർ ജയന്തി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇന്ന് രാമനാഥപുരം ജില്ലയിലെ പച്ചുംപൊൻ സന്ദർശിക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും പാർലമെന്റ് അംഗം കനിമൊഴിയുമായും ഉപരാഷ്ട്രപതി ഇന്നലെ മധുരയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രശസ്തമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കാസർഗോഡ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തളങ്കര തുറമുഖം അദ്ദേഹം സന്ദർശിക്കും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. കണ്ണൂർ കൂടാളി പഴശ്ശിരാജ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ശ്രീ ജോർജ് കുര്യൻ നിർവഹിക്കും.
നൂതന ആശയങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിവയെ നയിക്കുന്ന ആഗോള നവീകരണ കേന്ദ്രമായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ടൈക്കോൺ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യയുടെ ഡീപ് ടെക് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാരും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാന പദ്ധതികൾക്കുള്ള ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1 ലക്ഷം കോടി രൂപയുടെ അനുസന്ധൻ ഫണ്ട് അനുവദിച്ചതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മാതൃകാ യുവജന ഗ്രാമസഭ സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രിമാരായ SP സിംഗ് ബാഘേൽ, ദുർഗാദാസ് ഉയ്ക്കി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. 650-ലധികം പ്രതിനിധികൾ ഗ്രാമസഭയിൽ പങ്കെടുക്കും. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ദേശീയ വിധാൻ അപേക്ഷ നേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന 3ാമത് ദേശീയ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേവ നടപ്പാക്കിയതിന്റെ അവലോകനം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിലേക്ക്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മുസഫർപൂരിലും ഛപ്രയിലും തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തും. മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പട്നയിൽ വാർത്താസമ്മേളനം നടത്തും. JDU പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്നലെ രാജ്ഗീറിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി മുസാഫർപൂരിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. അടുത്ത മാസം 6, 11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 59 മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങി. ഇവർക്ക് 66 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ സംരംഭം ആരംഭിച്ചതിന് ശേഷം നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരുന്നു. കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്നും 2000 രൂപയായി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ 35-നും 60-നും മധ്യേ പ്രായമുള്ള അർഹരായ വനിതകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. യുവാക്കൾക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പായി പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ക്ഷേമബത്ത കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ജനപിന്തുണയാണ് സർക്കാരിന്റെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആചാരപരമായ ആറാട്ട് ഇന്ന് നടക്കും. പള്ളിവേട്ട ഇന്നലെ രാത്രി നടന്നു. ശംഖുമുഖം തീരത്ത് നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും. നാളെ രാവിലെ ആറാട്ട് കലശം നടക്കും. ആറാട്ട് പ്രമാണിച്ച് നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് ശേഷം അവധി പ്രഖ്യാപിച്ചു. വൈകിട്ട് നടക്കുന്ന ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നതിനായി വിമാനത്താവളം അടച്ചിടും. 4:45 മുതൽ രാത്രി 8 വരെയാണ് വിമാനത്താവളം അടച്ചിടുക. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. വൈകിട്ട് 3 മണിക്ക് മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ 125 റൺസിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 320 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് 42.3 ഓവറിൽ 194 റൺസിന് അവസാനിക്കുകയായിരുന്നു. ഇന്നത്തെ സെമി ജേതാക്കൾ നവംബർ 2-ന് നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ വലിയ നികുതി ഇളവുകൾക്ക് കാരണമായതായി കേന്ദ്ര സർക്കാർ. 1800 CCയിൽ താഴെയുള്ള ട്രാക്ടറുകളുടെ നികുതി 5% കുറച്ചത് ചെറുകിട ഇടത്തരം കർഷകർക്ക് സഹായകരമായി. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ നികുതിയും 5%. ഇവ കൃഷിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും ചെലവ് കുറയ്ക്കുകയും വിള ഉൽപാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായാണ് വിലയിരുത്തൽ. PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ കണക്കിലെടുത്ത് പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദാംശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ 7-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ഈ വിഷയം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖേന അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തിന് ധാരണാപത്രത്തിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനാകില്ലെന്നും കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 1140 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൽ. മുസാഫർപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി.
ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 59 മാവോയിസ്റ്റുകൾ കൂടി കീഴടങ്ങി. സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ച ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് നിർവഹിക്കും. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇംഗ്ലണ്ടിനെ 125 റൺസിന് തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.